യഥാർത്ഥത്തിൽ നമ്മുടെ വ്യാപാരികളുടെ പ്രശ്നം എന്താണ്, പ്രതിസന്ധി എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ഏതൊരു നാടിൻ്റെയും ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു മുദ്ര എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വ്യാപാരിയാണ്. ആ നാട് എങ്ങനെ മുന്നോട്ട് പോകണം, ആ നാടിൻ്റെ സമസ്ത പ്രശ്നങ്ങളും മനസ്സിലേക്ക് ആവാഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ വ്യാപാരികൾ. ഒരാൾക്ക് ഒരു ആശുപത്രി പോകണം, പൈസയില്ല, ആദ്യം പൈസയ്ക്ക് പിരിവിന് വേണ്ടി വരുന്നത് അവിടുത്തെ കച്ചവടക്കാരനടുത്താണ്. ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സ്കൂൾ ഫീസ് നൽകാൻ പൈസയില്ലെങ്കിൽ ആദ്യത്തെ സംഭാവന നൽകുന്നത് അവിടുത്തെ വ്യാപാരിയായിരിക്കും. അമ്പലത്തിലെ ഉത്സവത്തിന്, പള്ളിയിലെ പെരുന്നാളിന്, നാടിന്റെ ഏതു പരിപാടിക്കും നാടിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിന്റെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ നാട്ടിലെ വ്യാപാരികളാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ സാധാരണ വ്യാപാരികളുടെ, വ്യവസായികളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഇന്നലെ കണ്ട പീടിയെ ഇന്ന് കാണാൻ കഴിയുന്നില്ല. ഇത് ഞാൻ പഠിച്ചിട്ട് ഗവേഷണം ചെയ്തിട്ടില്ല, ഞാൻ കണ്ടറിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇവിടുന്നാണല്ലോ നമ്മളൊരു നാരങ്ങ വെള്ളം കുടിച്ച്, ഇന്നില്ലല്ലോ, എവിടെ പോയി? ആ അവസ്ഥയിലേക്ക് നമ്മുടെ വ്യാപാരി സമൂഹം എത്തിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിനെ താങ്ങി നിർത്തിയ ലക്ഷക്കണക്കിന് വരുന്ന ഈ വ്യാപാരികൾക്ക് അവർക്ക് താങ്ങും തണലാകാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളുടെ പട്ടിക എനിക്ക് ബിജു ഇന്നലെ അയച്ചു തന്നു. ആവശ്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ എങ്കിൽ പോലും കൃത്യമായ സൂക്ഷ്മതയോടുകൂടി തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ധനമന്ത്രിയെ അറിയിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആ പട്ടിക ആവശ്യപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫിക്സ്ഡ് അനോമലീസ് ഇൻ GST, എലിമിനേറ്റ് 18% GST ഓൺ ബിൽഡിംഗ് റെന്റ്. ഇതാണ് ആദ്യത്തെ പട്ടിക. ഈ GSTയെ കുറിച്ച് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ് മടുത്തിരിക്കുകയാണ്. പാർലമെന്റിലെ ബജറ്റ് സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ എല്ലാവരും പരാമർശിച്ചു പോയൊരു കാര്യം GSTയാണ്. ഡൽഹിയിലിരുന്ന് നാടെന്താണെന്നറിയാത്ത, നാട്ടുകാരെന്താണ് ഉപയോഗിക്കുന്നതെന്നറിയാത്ത ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ സ്ലാബുകളിലൂടെയാണ് നമ്മുടെ GST സംവിധാനം മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പഴം പൊരിച്ചത് മേടിച്ച് തിന്നണമെങ്കിൽ എത്രയാണ് GST? എത്രയാ? 18% GST. നോക്കുക. ഇന്ന പീടികേന്ന് ഈ സാധനം ബേക്കറിലെത്തുമ്പോൾ അതിന്റെ GST മാറും. നമ്മളിപ്പോൾ അമേരിക്കയിൽ വേറൊരു നികുതി, ഇന്ത്യയിൽ വേറെ നികുതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പീടികേന്ന് വേറെ പീടികയിലേക്ക് പോയാൽ നികുതി കൂടുന്ന രാജ്യമുള്ള ഒരുപക്ഷെ ലോകത്തിലെ ഏക സ്ഥലം നമ്മുടെ നാടായിരിക്കും. ആ രൂപത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ കച്ചവടക്കാരെ കഷ്ടപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് GSTയുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്.